ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ആ വെള്ളം അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്യുവാണ്. വെള്ളം ഒരു ഗ്ലാസ് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ് മൊത്തത്തിൽ. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മളൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ആ അരപ്പമായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണമാണ്. ഇപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയാത്തവർ ഇത് നോക്കി സിമ്പിളായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പഠിക്കുക. നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മുട്ട നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓരോന്നായിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അനുസരിച്ച് നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ 5 മുട്ട നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മുട്ട ആഡ് ചെയ്തതിന് ശേഷം ആ അരപ്പൊക്കെ ഒന്ന് മുട്ടയുടെ മേളിലേക്ക് നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മുട്ടയ്ക്കും കൂടി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ മുട്ട അങ്ങോട്ട് കവർ ചെയ്യും. ഈ അരപ്പൊക്കെ നല്ല രീതിയിൽ മുട്ടയുടെ മേളിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ അടപ്പെടുത്ത് മൂടാൻ പോവുകയാണ്. അടപ്പെടുത്ത് അങ്ങോട്ട് മൂടി വെക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്നും കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായിരിക്കും. ആ ടൈമിൽ നമുക്ക് നല്ലൊരു പുട്ടും കൂടി ഉണ്ടാക്കി. മുട്ടക്കറിയും പുട്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് വെന്തിരിക്കുകയാണ്. നല്ല തിളച്ച് മറിയുകയാണ്. നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. മുട്ടക്കറി വെക്കാൻ അറിയാത്തവർക്ക് നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.